ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC മോഡൽ വാല്യുവേഷൻ എക്സാമില് നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലെറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 5 to 8. ഏതോ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 528 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എ ചോദ്യത്തിൽ 528 ആണ്, 5, 2, 8 ഏതോ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ്. ഓക്കെ, എന്നിട്ട് പറഞ്ഞത് ഇഫ് ദ ഓഡ് നമ്പർ ബിറ്റ്വീൻ ദീസ് ഈവൻ നമ്പേഴ്സ്. അപ്പോ ഓർക്കേണ്ടത് ഇത് ഏതോ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റുകളാണ്. ഓക്കെ, ആ രണ്ട് ഈവൻ നമ്പേഴ്സ്, ഈ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റുകളാണ് ഈ തന്നേക്കുന്ന ഉത്തരം. ഓക്കെ, ഇനി ഈ രണ്ട് ഈവൻ നമ്പേഴ്സിനും ഇടയ്ക്ക് കിടക്കുന്ന ഓഡ് നമ്പർ അത് നമുക്ക് എക്സ് ആണെന്ന് തന്നു. ഓക്കെ, ഈ രണ്ട് ഈവൻ നമ്പറിന്റെ ഇടയ്ക്ക് കിടക്കുന്ന നമ്പർ എക്സ് ആണെന്ന് പറഞ്ഞു. അതൊരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നടുക്ക് കിടക്കുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ഈ ഓഡ് നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അതിന് മുമ്പുള്ള ഈവൻ നമ്പർ കിട്ടും. ഓഡ് നമ്പറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അതിന് മുമ്പുള്ള ഈവൻ നമ്പർ കിട്ടും. പിടിക്കോ? എക്സ് ആണ് ഓഡ് നമ്പർ, ഇതിന്റെ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അതിന് മുമ്പുള്ള ഈവൻ നമ്പരും ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അതിന് ശേഷമുള്ള ഈവൻ നമ്പരും കിട്ടും. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് വണ്ണും എക്സ് പ്ലസ് വണ്ണും. ക്ലിയർ ആണോ? ഓക്കെ, ബി ചോദ്യം ഫോം ആൻ ഇക്വേഷൻ യൂസിങ് ഗിവൺ കണ്ടീഷൻ. അപ്പൊ ഇത് വെച്ചിട്ടൊരു ഇക്വേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ രണ്ട് ഈവൻ നമ്പേഴ്സും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഴുതാം എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 528. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതൊരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്തു. ഇനി സി ചോദ്യം, വാട്ട് ആർ ദ നമ്പേഴ്സ്. എങ്കിൽ ഇത് സോൾവ് ചെയ്യണം. ശരിയാണോ? അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ രൂപത്തിൽ പഠിക്കാറുണ്ട്. ഇപ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഈ ഫോമിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ ആയിട്ട് തന്നെ എടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സിന്റെ സ്ക്വയർ മൈനസ് വണ്ണിന്റെ സ്ക്വയർ. ഈ ഒരു ഫോം എപ്പോൾ കണ്ടാലും അതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റണം. ഓക്കെ, ആ രീതിയിൽ ഈ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോ ഇസീക്കൽ 528. ഈ മൈനസ് വണ്ണ് സ്ക്വയർ എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? പ്ലസ് വൺ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ഇസീക്കൽ 528 പ്ലസ് വൺ സ്ക്വയർ. വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വണ്ണ് തന്നെയാണ്. അപ്പൊ 528ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 529 വായിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഓർക്കേണ്ടത് എക്സ് സ്ക്വയർ 529 ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 529 ഇസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് എത്ര വരും? 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്. ശരിയല്ലേ? 20 കഴിഞ്ഞാല് 30ന്റെ സ്ക്വയർ 900 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഈ 529 വന്നിരിക്കുന്നത്. അപ്പൊ 20ന് ശേഷമുള്ള 9ൽ അവസാനിക്കുന്ന, അതായത് 20ന് ശേഷം വരുന്ന സംഖ്യകൾ ഞാൻ 23ഉം 27ഉം എടുക്കുകയാണ്. എന്തിനാ അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ 3ന്റെ സ്ക്വയർ 9 ആയിട്ട് എഴുതാം. 7ന്റെ സ്ക്വയറിന്റെ അവസാനം 9 വരും. ശരിയല്ലേ? 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 41. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലാസ്റ്റ് കിടക്കുന്ന ഡിജിറ്റ് 9 ആണ്. അതുകൊണ്ടാണ് ഞാൻ 23 അല്ലെങ്കിൽ 27 ആയിരിക്കാം 5ന്റെ സ്ക്വയർ എന്ന് എടുത്തത്. ക്ലിയർ ആണോ? പിന്നെ ഞാൻ നോക്കുന്നത് 400ന് അടുത്ത് തന്നെയാണ് 500 കിടക്കുന്നത് അല്ലെ? 400ന് തൊട്ടടുത്ത് നോക്കുക. ഇവിടെ 529 അല്ലേ? അപ്പൊ 400ന് അടുത്താണോ വരുന്നത് അല്ലെങ്കിൽ 900ത്തിന് അടുത്താണോ വരുന്നത് എന്നുള്ള ഒരു ലോജിക്ക് എടുക്കുക. അപ്പൊ ഞാൻ 400 കഴിഞ്ഞാൽ തൊട്ടടുത്തത് 500 അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ 23ന്റെ സ്ക്വയർ ആവാനാണ് സാധ്യത. അപ്പൊ ഞാൻ 23ന്റെ സ്ക്വയർ നോക്കുന്നു. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. 2 ഗുണം 3 6 കിട്ടും. 6ന്റെ ഡബിൾ 12ന് 2 വരും. ശിഷ്ടം 1 വരും. 2ന്റെ സ്ക്വയർ 4, 4 1 5. കണ്ടോ? 23ന്റെ സ്ക്വയർ ഒന്നെങ്കിൽ 23 ഗുണം 23 ആ രീതി കാണുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത രീതിയിൽ കാണുക. ഈ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ആദ്യം 3ന്റെ സ്ക്വയർ എഴുതും. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ ഗുണിക്കും. 2 ഗുണം 3 6, 6ന്റെ ഡബിൾ എടുക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് 12 കിട്ടും. അതിൽ നിന്ന് 2 എടുത്തുകൊണ്ട് ഇവിടെ പോയി എഴുതും. ബാക്കിയുള്ള 1 ഉണ്ടല്ലോ അത് അവിടെ ഇട്ടേക്കണം. അതിനുശേഷം 2ന്റെ സ്ക്വയർ എടുക്കുക. എത്ര കിട്ടും? 4. ആ 4 ഈ 1 കൂട്ടുന്നു 5. ഓക്കെ, അപ്പൊ 529 കിട്ടി. അപ്പൊ നമുക്ക് പറയാം x എന്ന് പറയുന്നത് 23 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? x വാല്യൂ ആണ് നമുക്ക്, x ആണ് നമുക്ക് 23 കിട്ടി. അപ്പൊ അതിൽ നിന്ന് 1 കുറച്ചാൽ 22, 1 കൂട്ടിയാൽ 24. കണ്ടോ? അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 22ഉം 24ഉം ആണ് നമ്പേഴ്സ്. നമ്പേഴ്സ് ആർ 22ഉം 24. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?